ഓൺലൈനായിട്ട് ആർ സി കാർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടോ? അതായത് ഡാമേജ്ഡ് പീസോ അതല്ലെങ്കിൽ ഐറ്റം മാറി വരെ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടോ? സോ ഓൺലൈനായിട്ട് ആർ സി കാർ വാങ്ങിക്കുന്ന സമയത്ത് പണി കിട്ടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം പണി കിട്ടാതിരിക്കാനും അതേപോലെ തന്നെ ഇനി ആർ സി കാറോ മറ്റ് ഐറ്റംസ് ഒക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പണി കിട്ടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ജസ്റ്റ് ഒരു വീഡിയോ ആണ്. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പണി കിട്ടി അല്ലെങ്കിൽ പണി പാളിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് കുറേ വീഡിയോസ് എല്ലാം ഉണ്ട്, ജസ്റ്റ് കയറി നോക്കുക. അപ്പോൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. പിന്നെ ഇതേപോലെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു. ആദ്യത്തതും പ്രധാനപ്പെട്ടതായിട്ടുള്ള പോയിന്റ് എന്താ വെച്ചാൽ കസ്റ്റമർ റിവ്യൂ നോക്കുക എന്നുള്ളതാണ്. ഇപ്പം ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ വേറെ സൈറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് അവിടെ കസ്റ്റമർ റിവ്യൂസ് ഉണ്ടാവും. അപ്പം അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ജെന്യൂൻ റിവ്യൂസ് ഒക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ഒറിജിനൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐറ്റത്തിന്റെ ഓവറോൾ എങ്ങനെ ഉണ്ടാവും ഒറിജിനലി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ റിവ്യൂ നോക്കുന്ന സമയത്ത് 1 സ്റ്റാർ റിവ്യൂ 2 സ്റ്റാർ റിവ്യൂ ഒക്കെ നോക്കുക. അതിൽ കോമൺ മിസ്റ്റേക്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. പിന്നെ പ്രത്യേകം നോക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇൻ കേസ് 5 സ്റ്റാർ റിവ്യൂ 4 സ്റ്റാർ റിവ്യൂലും ചിലപ്പോൾ ഇതേപോലെ മിസ്റ്റേക്സ് പറയാം. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുന്നേ നമ്മൾ ഇതുപോലെ ഒരു RC കാർ ഡൈക്കാസ് കാർ പർച്ചേസ് ചെയ്ത സമയത്ത് കംപ്ലീറ്റ് കേട് വന്നിട്ടാണ് വന്നത്. അത് കേട് വന്നത് തന്നെ എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്ന പോലെ, അല്ലാതെ ട്രാവലിന്റെ പ്രശ്നമൊന്നുമല്ല. സോ ആ സാധനം കയ്യിൽ കിട്ടി, ഞാൻ റിട്ടേൺ കൊടുത്തു. എന്നിട്ട് ഞാൻ അതിന് റിവ്യൂ ചെയ്തു. ഫ്ലിപ്കാർട്ടിലാണ് ചെയ്തിരുന്നത്. റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ 1 സ്റ്റാറോ 2 സ്റ്റാർ റിവ്യൂ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് റിജക്ട് ചെയ്തു. ആ റിവ്യൂ അവർ ഇത് ചെയ്തില്ല, അതിന് റിവോക്ക് എന്തോ ചെയ്തിട്ടാണ് പിന്നെ മെസ്സേജ് വന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ പിന്നെ ഞാൻ അത് ഇഷ്യൂ മീൻസ് റിവ്യൂ ഇട്ടേക്കുന്നത് 4 സ്റ്റാർ കൊടുത്തിട്ടാണ്. അപ്പോൾ 4 സ്റ്റാറിലും 5 സ്റ്റാറിലും ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒറിജിനൽ റിവ്യൂസ് അങ്ങനെ ഇട്ടും, കാരണം അവർ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട്. സോ റിവ്യൂസ് നല്ലോണം നോക്കാം. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കയറിയിട്ട് ഈ ഒരു ഐറ്റത്തിന്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറച്ച് അൺബോക്സിങ് അതിന്റെ റിവ്യൂ വീഡിയോസ് നല്ലോണം കാണാം. ഇതിന്റെ സ്പെക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതും റൺ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിന് പർച്ചേസിലോട്ട് പോയാൽ മതി. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലി 1 സ്റ്റോക്ക് അല്ലെങ്കിൽ ഓൺലി 1 ഐറ്റം അവൈലബിൾ അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ട്രാപ്പ് ഉണ്ട്. അതായത് കാണുന്ന ആൾക്കാരെന്താ വിചാരിക്കുക, ഇത് ഭയങ്കര മൂവിങ് ആയിട്ടാണ്, ഇനി ഒരു ഐറ്റം കൂടെ ബാക്കിയുള്ളൂ, ഇത് വാങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ പോകും, ഇപ്പോൾ വേറെ ആൾക്കാരെങ്കിലും അതിലോട്ട് വാങ്ങിക്കാൻ വരികയാണെങ്കിൽ പണി പാടും, നമുക്ക് പിന്നെ ഈ ഒരു ഐറ്റം കിട്ടൂല എന്നൊക്കെയുള്ള രീതിയിൽ. സോ അതൊരു ട്രാപ്പും കൂടെയാണ്. അപ്പം അതിൽ വീണ് പോകരുത്. മേ ബി ചിലയിടത്ത് ജെന്യൂൻ ആയിട്ടുണ്ടാവും, എന്നിരുന്നാലും ഏറെക്കുറെ അതൊരു ട്രാപ്പാണ്, ഈ ബിസിനസ്സിൽ വരുന്നൊരു ട്രാപ്പാണ്. അപ്പം അതിൽ വീണ് പോകരുത്. നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ റിവ്യൂ എല്ലാം കണ്ടിഷ്ടപ്പെട്ട് ബോധ്യമായിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. ഇങ്ങനത്തെ ഇനി ഇതല്ലെങ്കിൽ നെക്സ്റ്റ് എഡിഷൻ വരും, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഈ ഒരു സാധനം അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അത് കണ്ടിട്ട് മാത്രം എന്ത് ചെയ്ത് അങ്ങനെ ഒരു സാധനം കണ്ടുകൊണ്ട് ചാടിക്കേറി വാങ്ങിക്കാൻ നിൽക്കുക. അടുത്തായിട്ട് മുമ്പ് ഉപയോഗിച്ച ആൾക്കാരോട് ഇതിന്റെ റിവ്യൂ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ RC കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും. അതുപോലെ തന്നെ റെഡിറ്റ് ഇങ്ങനത്തെ കുറെ സ്ഥലത്ത് RCയുടെ കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. നല്ലയാണോ ചീത്തയാണോ, എന്തെങ്കിലും കംപ്ലൈൻസോ ഇഷ്യൂസോ പൊതുവെ വരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ ചോദിച്ചറിയാനൊക്കെ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. കാരണം നല്ല പ്രൈസ് ഒക്കെ കൊടുത്തിട്ടാണ് RC കാർ ചിലരൊക്കെ വാങ്ങിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. സോ അങ്ങനത്തെ കാറുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതൊക്കെ നല്ലോണം ഒന്ന് റിവ്യൂ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക. പിന്നെ ഒരു വെബ്സൈറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ റിട്ടേൺ പോളിസിയും അങ്ങനത്തെ റീഫണ്ട് പോളിസി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത്. അധിക സ്ഥലത്തും റീഫണ്ട് പോളിസിക്ക് ഒരു റൂൾ ഉണ്ട്. അതായത് RC കാർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, എങ്ങനെയാണോ കൊറിയറായിട്ട് നിങ്ങളെ കയ്യിൽ കിട്ടിയേക്കുന്നത്, അവിടെ നിന്ന് ആ ഒരു ബോക്സ് പൊട്ടിച്ച് വണ്ടി റൺ ചെയ്യുന്നത് വരെ, ഇത് RC കാർ എന്നല്ല കേട്ടോ, കുറെ പ്രൊഡക്റ്റിനെല്ലാം ഇങ്ങനെയുണ്ട്, റൺ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ആ വണ്ടി റൺ ചെയ്യുന്നത് വരെയുള്ള അൺകട്ട് വീഡിയോസ് നമ്മൾ എടുത്തു വെക്കണം. അതായത് വീഡിയോ കട്ട് ചെയ്ത് എടുക്കാതെ, അതല്ലെങ്കിൽ എഡിറ്റിംഗ് ഒന്നും വരുത്താതെ അൺകട്ട് വീഡിയോ ആയിട്ട് തന്നെ എടുത്തു വെക്കണം. അങ്ങനെ എടുത്താൽ മാത്രമേ ചില സമയത്തൊക്കെ നമുക്ക് റീഫണ്ട് റിട്ടേൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുള്ളൂ. ചിലപ്പം നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്നതിലുള്ള ഡാമേജ് ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ. സോ എപ്പോഴും എവിടെ നിന്ന് ഇനി എങ്ങനെ വാങ്ങിക്കുകയാണെങ്കിലും ഇനിയിപ്പം കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഐറ്റം അതിൽ മിസ്സായി കഴിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ലൈക്ക് ഒരു ഷോപ്പ് ഓണറോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക, മേ ബി നിങ്ങൾ മാറ്റിയതാണെങ്കിലോ, മുൻപ് ഇതേപോലെ അനുഭവം പ്രോപ്പറായിട്ട് അയച്ചു കൊടുത്തിട്ട് കസ്റ്റമർ മാറ്റിയിട്ട് അവരോട് ഐറ്റം ഇല്ല എന്നൊക്കെയുള്ള കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ പറ്റിക്കുന്നുണ്ടോ, രണ്ട് സൈഡിൽ നിന്നും, കടക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും, വാങ്ങിക്കുന്ന കസ്റ്റമറുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമല്ലോ. സോ അങ്ങനത്തെ റീസണൊക്കെ ഉള്ളതുകൊണ്ടും ചിലപ്പോൾ ഇവർ സമ്മതിക്കൂല, നിങ്ങൾ മാറ്റിയതാണെന്നൊക്കെ പറയും. സോ അതില്ലാതെക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേണും റീഫണ്ടും കാര്യത്തിലൊക്കെ ഒരു ജെന്യൂനിറ്റി വരുത്താനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അൺകട്ട് വീഡിയോ എപ്പോഴും എടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കും.
അടുത്തത് എന്താ വെച്ചാൽ ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടിക്കയറി എടുക്കരുത്. ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു അനാലിസിസ് ഒക്കെ നടത്തുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നിയർ ബൈ ലോക്കൽ ഷോപ്പുകളിലൊക്കെ ജസ്റ്റ് പോയി നോക്കുക. RC കാറിൻ്റെ ഒക്കെ ഷോപ്പുകളിലൊക്കെ പോയി നോക്കിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ അവൈലബിൾ ആണോ, അവൈലബിൾ ആണെങ്കിൽ അവിടെ എത്രയാണ് പ്രൈസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ അബ്രോഡ് നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പം ഉള്ള കാര്യങ്ങളൊക്കെ, അതിൽ ബാറ്ററിക്ക് മാത്രമേ ഇഷ്യൂ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ടുവരാവുന്നതൊക്കെ ഉള്ളൂ. അപ്പം പൊതുവേ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹോബി ഗ്രേഡ് RC കാറിനും ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് സെയിലില്ല. ഇവിടെ എല്ലാം സെയിൽ കൺട്രോൾ ചെയ്യുന്നത് തേർഡ് പാർട്ടി ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പ്രൈസാണ് ഇടുക. പലരും പല പ്രൈസ്, നിങ്ങൾക്ക് ഒരു മോഡൽ തന്നെ നോക്കുമ്പം ഒരു 25 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റം ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിന് 19 രൂപ മുതൽ 25 രൂപ വരെ പല സ്ഥലത്തും വില കാണാൻ പറ്റും. അത് ഓരോരുത്തർ അവരുടെ ഡിമാൻഡിനനുസരിച്ച് പൈസ ഇടുന്നതാണ്. സോ എന്താ പറയുക, പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മേ ബി ഇതിലും വിലക്കുറവിൽ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ടൊക്കെ, അത് നല്ല എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കുന്ന കാര്യമായിട്ട് പറയാം. 1000 500 ഇങ്ങനെ വാങ്ങിക്കുന്നതിൻ്റെ കാര്യമില്ല. നിങ്ങൾ 25,000 35,000 50,000 ഒക്കെ വില വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് പുറത്തൊക്കെ വിലക്കുറവിലുണ്ടാവും. ഇനി 1500 വാങ്ങിക്കുകയാണെങ്കിലും ഓൺലൈനിൽ നിങ്ങൾ 2000 അല്ലെങ്കിൽ 1000 ബഡ്ജറ്റിലൊക്കെ വരുന്ന സാധനങ്ങൾ നിയർ ബൈ ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് വില കുറവിൽ കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് ആ വില കുറവിൽ അവിടെയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ലുലു ഫാഷനകത്ത് ടോയ് സെക്ഷനിലൊക്കെ ചില സമയത്ത് ഓഫറിലൊക്കെ ഉണ്ടാവാറുണ്ട്. 500 രൂപക്കും ആ റേഞ്ചിലൊക്കെ നല്ല RC കാറൊക്കെ വരാറുണ്ട് ചില സമയത്ത്. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ നിയർ ബൈ നിങ്ങളുടെ ടോയ്സ് ഒക്കെ ഉള്ള ഷോപ്പിലോ മാളിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പ്രൈസ് ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക പ്രൈസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഏതാ കുറവ് എന്നൊക്കെ. എന്നിട്ട് അതിനനുസരിച്ച് നോക്കിയിട്ട് വാങ്ങുക. ഇനി നോക്കാനുള്ളത്, വാങ്ങിക്കാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് റേഞ്ചിൽ സിമിലർ ആയിട്ട് വേറെ പ്രൊഡക്റ്റ് അത്യാവശ്യം കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ സ്പെക്കും, ഇപ്പൊ ഇതിന് പ്ലാസ്റ്റിക് ഗിയർ ആണെങ്കിൽ മെറ്റൽ ഗിയർ വരുന്നതൊക്കെ ആയിട്ട് കുറച്ചും കൂടെ സ്പെക്ക് അടിപൊളിയായിട്ട് പെർഫോമൻസോ കാര്യങ്ങളോ കൂടുതലുള്ള വേറെ മോഡൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് നോക്കുക. അപ്പൊ നിങ്ങളൊരു മോഡൽ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മോഡൽ തന്നെ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക. അതല്ലാതെ നിങ്ങളൊരു പ്രൈസ് റേഞ്ചിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നോക്കിയിട്ട് ഏതിനാണ് കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസും കാര്യങ്ങളും നോക്കിയിട്ട് വാങ്ങിക്കുന്നത് നന്നായിരിക്കും. പിന്നെ എല്ലാവരും മറന്നു പോകുന്നതായിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് സ്പെയർ പാർട്സ്. നമ്മളൊരു RC കാർ വാങ്ങിക്കുന്ന സമയത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ വാങ്ങുമെങ്കിലും സ്പെയർ പാർട്സ് അവൈലബിലിറ്റി നമ്മൾ നോക്കൂല. പ്രത്യേകിച്ച് ഹോബി ഗ്രേഡൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല പൈസ കൊടുത്തിട്ടാണ്. ഹോബി ഗ്രേഡ് വാങ്ങുന്നതിൻ്റെ ഉദ്ദേശം തന്നെയാണ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയാലൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. സോ അങ്ങനെ റീപ്ലേസിനുള്ള സാധനങ്ങൾ അവൈലബിൾ ആണോ എന്ന് നല്ലോണം ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഓൺലൈനിൽ കാണുമായിരിക്കും, പക്ഷേ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിലോട്ടോ നിയർ ബൈ ലൊക്കേഷനിലോട്ടോ ഒന്നും ഡെലിവറി ഉണ്ടാവില്ല. സോ അത് നല്ലോണം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, വാങ്ങിക്കുക. നിങ്ങളെ ലൊക്കേഷനിലോട്ട് ഇതിന് ഡെലിവറി ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ വാങ്ങിക്കാൻ പറ്റും. ഇനി വേറെ ടൈപ്പ് ഓഫ് RC കാറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സ്പെയറും ഇതുമായിട്ട് മാച്ചോ, അതായത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നല്ലോണം ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ബാറ്ററിയുടെ കാര്യം നല്ലോണം നോക്കണം. ബാറ്ററി എത്ര ടൈം ചാർജ് ചെയ്യണം, അതുപോലെ തന്നെ എത്ര ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതായത് എത്ര ഹവർ റണ്ണിങ് കിട്ടും, അല്ലെങ്കിൽ റണ്ണിങ് ടൈം എത്ര കിട്ടും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പം ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കുത്തിയിടണം, എന്നാലും ഒരു അരമണിക്കൂർ പോലും തേച്ച് നമ്മൾ റൺ ചെയ്യാൻ കിട്ടൂലെങ്കിൽ നമുക്ക് മടുപ്പ് വരും. സോ അതുപോലെ തന്നെ അതിൽ വരുന്നത് ലിപ്പോ ആണോ, ഏത് ബാറ്ററിയാണ്, 3S ആണോ 2S ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ചാർജർ വരുന്നുണ്ടോ, എന്ത് ടൈപ്പ് ഓഫ് ചാർജറാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഈ അൺബോക്സിങ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അധികം അതിന്റെ പ്രോപ്പർ അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓൺലൈനാണോ ഓഫ്ലൈനാണോ വാങ്ങാൻ വേണ്ടി കൂടുതൽ പ്രിഫർ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ എന്താ പറയുക, ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ പണി, അത് അവർക്ക് കിട്ടാതെ നോക്കാനൊക്കെ പറ്റും. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനലിൽ കുറേ വീഡിയോസ് എല്ലാം ഉണ്ട്, ജസ്റ്റ് കയറി നോക്കുക RC റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.